കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 1-ാം പ്രതി പി എ സലീമിനെതിരെയുള്ള പോക്സോ വകുപ്പുകൾ നിലനിൽക്കും. കേസിൽ ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കും. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, പോക്സോ കേസ് വീട്ടിൽ അതിക്രമിച്ച് കയറൽ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ പ്രതിക്കെതിരെ. അതോടൊപ്പം തന്നെ ഇയാളുടെ സഹോദരിക്കെതിരെയും, 2-ാം പ്രതി സഹോദരിയാണ്, സ്വർണം വിൽക്കാൻ സഹായിച്ചു എന്നുള്ളതായിരുന്നു കേസ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകർ പറഞ്ഞിട്ടുള്ളത്? ശിക്ഷ എപ്പോഴാണ് വരിക? 2024 മെയ് 15-ന് കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ശേഷം പീഡനത്തിനിരയാക്കുകയും ആഭരണങ്ങൾ കവർന്ന ശേഷം കുട്ടിയെ പാടത്ത് ഉപേക്ഷിക്കുകയും ചെയ്ത കേസിലാണിപ്പോൾ നിലവിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജഡ്ജി PM സുരേഷാണ്. 1-ാം പ്രതിയും 2-ാം പ്രതിയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പോക്സോ വകുപ്പുകൾ നിലനിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് 1-ാം പ്രതി PA സലീം കോടതിയെ അറിയിച്ചു. പ്രതിയുടെ മാതാവിന് പ്രായാധിക്യമുണ്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. പ്രതി വിവാഹിതനാണെന്ന കാര്യവും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-ാം പ്രതി സുവൈബ കോടതിയിൽ പൊട്ടിക്കരയുകയായിരുന്നു. തനിക്ക് കേസൊന്നും അറിയില്ല, അതായത് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. 1-ാം പ്രതി സഹോദരന്റെ PA സലീമിന്റെ മകളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കണമെന്നാണ് തന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് 2-ാം പ്രതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സെക്ഷൻ 449, 369, 370, 506, 342, 394, 376, പോക്സോ വകുപ്പ് 6 എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ തെളിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടിക്കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഗുരുതരമായ വകുപ്പുകളാണ് നിലനിൽക്കുക. കേസിൽ ഹോസ്ദുർഗ് പോക്സോ അതിവേഗ കോടതി ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കുക. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.